ഹലോ. ഇന്ന് നമ്മൾ ലോകത്തെ നോക്കിക്കാണാൻ ഒരു പുതിയ കണ്ണട സ്വന്തമാക്കാൻ പോവുകയാണ്. വെറുമൊരു കണ്ണടയല്ല, നമ്മുടെ ചുറ്റുമുള്ള സമൂഹത്തെ തികച്ചും വ്യത്യസ്തമായ ഒരു രീതിയിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു സൂപ്പർ പവർ തന്നെയാണെന്ന് പറയാം. ഒരു നിമിഷം ഇതൊന്ന് ആലോചിച്ചു നോക്കിയേ. നമ്മളെ ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളില്ലേ, ചിലപ്പോൾ അതൊരു ജോലി കിട്ടാത്തതാവാം, അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളാവാം, ചിലപ്പോൾ വല്ലാത്തൊരൊറ്റപ്പെടലായിരിക്കാം. ഇതൊക്കെ നമ്മുടെ മാത്രം കഴിവുകേടോ പരാജയമോ ആണോ? അതോ ഇതിന്റെയൊക്കെ പിന്നിൽ നമുക്ക് കാണാൻ കഴിയാത്ത എന്തെങ്കിലും വലിയ കളികൾ നടക്കുന്നുണ്ടോ? അപ്പോ എന്താണീ വലിയ കളികൾ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഒളിഞ്ഞിരിക്കുന്നത് സോഷ്യോളജിസ്റ്റ് സി റൈറ്റ് മിൽസ് മുന്നോട്ടുവെച്ച സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന കിടിലൻ ആശയത്തിലാണ്. വളരെ സിമ്പിളായി പറഞ്ഞാൽ, നമ്മുടെ പേഴ്സണൽ പ്രശ്നങ്ങളെ സമൂഹത്തിലെ വലിയ പ്രശ്നങ്ങളുമായി കണക്ട് ചെയ്യാനുള്ളൊരു കഴിവ്, ഒരു പുതിയ രീതിയിൽ ചിന്തിക്കാനുള്ളൊരു സ്കിൽ. ശരി, ഈ സാമൂഹിക ശക്തികളൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നറിയണ്ടേ? അതിന് നമുക്ക് ആദ്യം നമ്മുടെ സ്വന്തം ജീവിതം തന്നെ ഒന്ന് സൂം ചെയ്ത് നോക്കാം. നമുക്ക് സമൂഹത്തെ ഒരു വലിയ സ്റ്റേജ് ആയിട്ടൊന്ന് സങ്കല്പിച്ചു നോക്കാം. ഈ സ്റ്റേജില് നമ്മളെല്ലാവരും ആക്ടേഴ്സാണ്. ഓരോരുത്തർക്കും ഓരോ റോളുണ്ട്. നമ്മൾ പോലും അറിയാതെ ഈ റോളുകൾ നമ്മുടെ ഓരോ ചലനങ്ങളെയും ചിന്തകളെയും കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പോ ഈ റോളുകളൊക്കെ എങ്ങനെയാ ഉണ്ടാകുന്നേ? ഈ വലിയ പിക്ചർ കിട്ടണമെങ്കിൽ നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്ന നമ്മുടെ റോളുകൾ എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കണം. അതാണ് നമ്മുടെ സോഷ്യൽ ലൈഫിന്റെ ബിൽഡിംഗ് ബ്ലോക്സ്. സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് സമൂഹത്തിൽ നിങ്ങൾക്കുള്ള ഒരു പൊസിഷനാണ്. നമുക്കെല്ലാവർക്കും ഒരേ സമയം ഒരുപാട് സ്റ്റാറ്റസ് ഉണ്ടാകും, അല്ലേ? നിങ്ങൾ ചിലപ്പോൾ ഒരു സ്റ്റുഡന്റ് ആയിരിക്കും, ഒരു മകനോ മകളോ ആയിരിക്കും, ഒരു ഫ്രണ്ടായിരിക്കും. ഇതെല്ലാമാണ് നിങ്ങളുടെ സ്റ്റാറ്റസ്. ഓരോ സ്റ്റാറ്റസിനും അതിൻ്റേതായ ഒരു പെരുമാറ്റച്ചട്ടമുണ്ട്. സമൂഹം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ആ ഒരു പെരുമാറ്റമില്ലേ, അതാണ് റോള്. അതായത് ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ നന്നായി പഠിക്കണം, അച്ചടക്കം പാലിക്കണം, ഇതൊക്കെയാണ് ആ റോളിന്റെ ഭാഗം. അപ്പോൾ സ്റ്റാറ്റസ് നിങ്ങളുടെ കഥാപാത്രമാണെങ്കിൽ റോളാണ് അതിന്റെ സ്ക്രിപ്റ്റ്. സിമ്പിൾ. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ സ്റ്റാറ്റസ് ഒക്കെ നമുക്ക് എങ്ങനെയാ കിട്ടുന്നത്? രണ്ട് വഴിയുണ്ട്. ചിലത് നമുക്ക് ജന്മനാ കിട്ടുന്നതാണ്, നമ്മുടെ ജാതിയോ പ്രായമോ ഒക്കെ പോലെ. അതിൽ നമുക്ക് ഒരു കൺട്രോളുമില്ല. പക്ഷേ വേറെ ചിലതുണ്ട്, അത് നമ്മൾ കഷ്ടപ്പെട്ട് നേടിയെടുക്കുന്നതാണ്. ഒരു ഡോക്ടറാവുന്നത്, അല്ലെങ്കിൽ ഒരു നല്ല സ്പോർട്സ് താരമാവുന്നത് ഒക്കെ പോലെ. നമ്മുടെ ഈ റോളുകളും സ്റ്റാറ്റസും ഒന്നും ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒന്നല്ല. ഇതെല്ലാം ഓരോ സോഷ്യൽ ഗ്രൂപ്പുകളുടെ ഭാഗമാണ്. നമ്മുടെ ഫാമിലി, ഫ്രണ്ട്സ്, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലം, ഇതെല്ലാം ഓരോ ഗ്രൂപ്പുകളാണ്. ഓരോ ഗ്രൂപ്പും നമ്മളെ ഓരോ രീതിയിലാണ് സ്വാധീനിക്കുന്നത്. ഓക്കെ, ഇതുവരെ നമ്മൾ വ്യക്തികളെയും ചെറിയ ഗ്രൂപ്പുകളെയും കുറിച്ചാണ് സംസാരിച്ചത്. ഇനി നമുക്ക് കുറച്ചുകൂടി ഒന്ന് സൂം ഔട്ട് ചെയ്ത് നോക്കാം. ഈ സമൂഹത്തെ മൊത്തത്തിൽ ഒരുമിപ്പിച്ചു നിർത്തുന്ന വലിയ സിസ്റ്റങ്ങളെക്കുറിച്ച് സംസാരിക്കാം. ഈ വലിയ സിസ്റ്റമുകളെയാണ് നമ്മൾ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ സാമൂഹിക സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. ഇവ ഒരു സമൂഹത്തിന്റെ അടിത്തറയാണ്, അല്ലെങ്കിൽ തൂണുകളാണ് എന്ന് പറയാം. ഫാമിലി, എഡ്യൂക്കേഷൻ, മതം, ഗവൺമെന്റ്, ഇതൊക്കെയാണ് പ്രധാന സ്ഥാപനങ്ങൾ. ഇതൊന്നുമില്ലാതെ ഒരു സമൂഹത്തിനും മുന്നോട്ടു പോകാൻ പറ്റില്ല. ഇപ്പൊ നോക്കൂ, കുടുംബം എന്ന സ്ഥാപനം തന്നെ എത്ര വ്യത്യസ്തമാണെന്ന്. നമുക്ക് വിവാഹത്തിന്റെ കാര്യം തന്നെ എടുക്കാം. ചില സമൂഹങ്ങളിൽ ഒരാൾക്ക് ഒരു പങ്കാളി, വേറെ ചിലയിടങ്ങളിൽ ഒന്നിൽ കൂടുതൽ. കണ്ടില്ലേ, ഒരേ സ്ഥാപനം തന്നെ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോ നോർമൽ എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? ശരി, ഈ സമൂഹത്തിൽ ഓരോ സ്ഥാപനങ്ങളുണ്ട്, ഓരോ നിയമങ്ങളുമുണ്ട്. ഇതൊക്കെ നമ്മൾ എങ്ങനെയാ പഠിച്ചെടുക്കുന്നത്? ആരാണ് നമ്മളെ ഇതൊക്കെ പഠിപ്പിക്കുന്നത്? ആ ചോദ്യമാണ് നമ്മളെ അടുത്ത ടോപ്പിക്കിലേക്ക് കൊണ്ടുപോകുന്നത്. ഈ പഠിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സോഷ്യലൈസേഷൻ അഥവാ സാമൂഹ്യവൽക്കരണമെന്ന് പറയുന്നത്. ശരിക്കും ഒരു കുട്ടി ജനിക്കുമ്പോൾ അതിനൊന്നും അറിയില്ലല്ലോ. പിന്നെ പതിയെ പതിയെ ആ കുട്ടി അതിന്റെ ചുറ്റുമുള്ള സമൂഹത്തിന്റെ ഭാഷയും രീതികളും വിശ്വാസങ്ങളും ഒക്കെ പഠിച്ചെടുക്കുന്നു. ഇതൊരു ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഈ സോഷ്യലൈസേഷനിലൂടെ നമ്മൾ പഠിക്കുന്നതെന്താ? നമ്മുടെ കൾച്ചർ, നമ്മുടെ സംസ്കാരം. അതിന് പ്രധാനമായിട്ട് 3 ഭാഗങ്ങളാണുള്ളത്. ഒന്ന്, നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു, കാര്യങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളത്. 2, നമ്മുടെ പെരുമാറ്റച്ചട്ടങ്ങൾ, അതായത് എന്ത് ചെയ്യാം, എന്ത് ചെയ്തുകൂടാ എന്നൊക്കെയുള്ള നിയമങ്ങൾ. പിന്നെ 3ാമത്തേത്, നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, നമ്മുടെ വസ്ത്രം, വീട്, ഫോൺ, അങ്ങനെ എല്ലാം. ഇനി വേറൊരു കൾച്ചറിനെ കാണുമ്പോൾ നമുക്ക് 2 രീതിയിൽ പ്രതികരിക്കാം. ഒന്നാമത്തെ വഴി, എന്റെ കൾച്ചറാണ് ബെസ്റ്റ്, ബാക്കിയെല്ലാം മോശം
എന്ന് ചിന്തിക്കുന്നതാണ്. അതിനെയാണ് എത്നോസെൻട്രിസം എന്ന് പറയുന്നത്. രണ്ടാമത്തെ വഴി എല്ലാ കൾച്ചറിനെയും ബഹുമാനിക്കുക, അവയെ മനസ്സിലാക്കാൻ ശ്രമിക്കുക, ഒരു ഓപ്പൺ മൈൻഡോടെ അതിനെ സമീപിക്കുക. അതിനെ നമുക്ക് കോസ്മോപോളിറ്റനിസം എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഈ സമൂഹമൊക്കെ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്? ഇതിനെ മുന്നോട്ട് നയിക്കുന്ന ശക്തികൾ എന്തൊക്കെയാണ്? കോൺഫ്ലിക്റ്റ് ആണോ അതോ കോഓപ്പറേഷനാണോ? ഈ വലിയ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ ശ്രമിച്ച ചില പ്രധാനപ്പെട്ട ചിന്തകരുണ്ട്. അവരെക്കുറിച്ചാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അതിലാദ്യത്തെ ആളാണ് കാൾ മാർക്സ്. മാർക്സ് പറഞ്ഞത് സമൂഹത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് സത്യത്തിൽ വർഗസമരത്തിന്റെ ചരിത്രമാണ് എന്നാണ്. അതായത് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള ഒരു നിരന്തര സംഘർഷമാണ് സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ സംഘർഷം മനസ്സിലാക്കാൻ സമൂഹത്തിലെ തരംതിരിവുകൾ എങ്ങനെയാണെന്ന് നോക്കണം. ജാതിയും വർഗവും. ജാതി എന്ന് പറയുന്നത് ജനനം കൊണ്ട് കിട്ടുന്ന ഒന്നാണല്ലേ? അത് നമ്മൾ നേരത്തെ പറഞ്ഞ എസ്ക്രൈബ് സ്റ്റേറ്റസ് പോലെ. എന്നാൽ വർഗം അഥവാ ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ സാമ്പത്തിക നിലയനുസരിച്ചാണ്. അത് നമ്മൾ നേടിയെടുക്കുന്ന അച്ചീവ് സ്റ്റേറ്റസ് ആണ്. മാർക്സ് സംഘർഷത്തിലാണ് ശ്രദ്ധിച്ചതെങ്കിൽ എമീൽ ഡർഖൈം എന്ന ചിന്തകൻ നോക്കിയത് നേരെ തിരിച്ചാണ്. സമൂഹം എങ്ങനെയാണ് ഒരുമിച്ച് നിൽക്കുന്നത്, എന്താണ് ആളുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്? ഡർഖൈം പറഞ്ഞു, നമുക്ക് ചുറ്റും നമുക്ക് കാണാൻ പറ്റാത്ത ചില സോഷ്യൽ ഫാക്ട്സ് അഥവാ സാമൂഹിക വസ്തുതകളുണ്ട്. നമ്മുടെ നിയമങ്ങൾ, നമ്മുടെ ധാർമ്മിക ബോധം, നമ്മുടെ വിശ്വാസങ്ങൾ, ഇതൊക്കെയാണ് നമ്മളെ ഒരുമിച്ച് നിർത്തുന്നത്. സമൂഹങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നതിന് ഡർഖൈം 2 കാരണങ്ങൾ പറഞ്ഞു. പഴയകാല സമൂഹങ്ങളിൽ എല്ലാവരും ഏകദേശം ഒരേ ജോലിയും ഒരേ വിശ്വാസങ്ങളും ഉള്ളവരായിരുന്നു. ആ ഒരു ഒരുമയാണ് അവരെ ബന്ധിപ്പിച്ചത്. അതിനെ മെക്കാനിക്കൽ സോളിഡാരിറ്റി എന്ന് വിളിച്ചു. എന്നാൽ ഇന്നത്തെ ആധുനിക സമൂഹങ്ങളിൽ അങ്ങനെയല്ല. ഞാനൊരു ഡോക്ടർ, നിങ്ങളൊരു എഞ്ചിനീയർ, നമുക്കെല്ലാവർക്കും പരസ്പരം ആവശ്യമുണ്ട്. ഈ പരസ്പരാശ്രിതത്വമാണ് നമ്മളെ ഒരുമിപ്പിക്കുന്നത്. അതാണ് ഓർഗാനിക് സോളിഡാരിറ്റി. ഇനി മൂന്നാമത്തെയാള് മാക്സ് വെബർ. വെബർ ചോദിച്ചത് എന്തുകൊണ്ടാണ് ആധുനിക ലോകം ഇങ്ങനെയായത്? അദ്ദേഹത്തിന്റെ ഉത്തരം ഇതായിരുന്നു: യുക്തിസഹമായ ചിന്ത അഥവാ റാഷണാലിറ്റി. എല്ലാത്തിനെയും കൃത്യമായ നിയമങ്ങളുടെയും കാര്യക്ഷമതയുടെയും അടിസ്ഥാനത്തിൽ കാണുന്ന ഒരു രീതി. ഈ റാഷണൽ ചിന്തയുടെ ഏറ്റവും നല്ല ഉദാഹരണമായി വെബർ കണ്ടത് ബ്യൂറോക്രസിയാണ്. അതായത് നമ്മുടെയൊക്കെ ഗവൺമെന്റ് ഓഫീസുകളും വലിയ കമ്പനികളുമൊക്കെ പ്രവർത്തിക്കുന്ന രീതി. അവിടെ കൃത്യമായ നിയമങ്ങളുണ്ട്, ഓരോരുത്തർക്കും ഓരോ തസ്തികയുണ്ട്, എല്ലാം ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടാണ് പോകുന്നത്. കാര്യക്ഷമതയാണ് അതിന്റെ പ്രധാന ലക്ഷ്യം. അപ്പോ നമ്മൾ തുടങ്ങിയ ചോദ്യത്തിലേക്ക് തന്നെ തിരിച്ചെത്തുകയാണ്. ഇപ്പോ നിങ്ങളുടെ കയ്യിൽ ഒരു സോഷ്യോളജിക്കൽ ലെൻസ് ഉണ്ട്. ഈ പുതിയ കണ്ണട വെച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്കൊന്ന് നോക്കൂ. നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ, നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ, ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന, നിങ്ങൾക്ക് മുൻപ് കാണാൻ കഴിയാതിരുന്ന ആ സാമൂഹിക ശക്തികൾ ഏതൊക്കെയാണെന്ന് ഇപ്പോൾ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ? ഒന്നാലോചിച്ചു നോക്കൂ.